അല്ല, മമ്മിക്ക ഇങ്ങനെ പടം ഇത് പറയുമ്പോൾ ഇതൊരു ചെറിയ പടമാണെന്ന് എനിക്കറിയാം. ചെറിയ പടങ്ങൾ എന്തുമാത്രം സ്വീകരിക്കപ്പെടുമെന്നും എനിക്കറിയാം. കാലികമായിട്ട് നമ്മൾ നടക്കുന്നതല്ലേ, നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു ചെറിയ പടത്തെ നമ്മൾ എത്ര ക്വാളിറ്റിയിലെടുത്തു, എങ്ങനെയൊക്കെ വന്നു, പുതിയ ആൾക്കാർ വന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുതുമുഖത്തെ പോലെ തന്നെയാണതിൽ. കാരണം ടി വി കാണുന്ന കുറച്ച് പേർക്ക് എന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഇത് വന്ന് തിയേറ്ററിൽ ഓടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഒരു ഇത്രയും ചെറിയ രീതിയിൽ വരുമ്പോൾ അത് സംഭവിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ടല്ലോ. പക്ഷേ മലയാള സിനിമയിൽ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം സിനിമ എന്നും ഒരു ചരിത്രമാണ്. ഇന്നിപ്പോൾ വിഗതകുമാരനിൽ അഭിനയിച്ച, അല്ലെങ്കിൽ ബാലനിൽ അഭിനയിച്ച, നീലക്കുയിലിൽ വേഷമിട്ട ആൾക്കാരെ പോലും ഇന്ന് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അല്ലേ? പ്രേം നസീർ എന്ന് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറേയൊക്കെ അറിയാം, നമ്മുടെ കഴിഞ്ഞു വന്നിട്ടുള്ള തലമുറയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അവർക്കും പേര് കേട്ടാൽ അറിയാം, റെഫറൻസസ് ഉണ്ട്. മലയാള സിനിമയുടെ ചരിത്രം പഠിച്ചാൽ ഇവരുടെ പേര് വരും. അപ്പോൾ നാളെ ഒരു കാലത്ത് മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഒരു പടത്തിൽ നായകൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ട് പടത്തിൽ നായകനാണ്. ഒരു പടത്തിൽ ഋതം എന്ന് പറഞ്ഞ സിനിമയിൽ 3 നായകന്മാരിൽ ഒരാൾ, സ്ക്രീൻ പ്ലേയിൽ സോളോ ഹീറോ. ഇപ്പോൾ ചരിത്രം എഴുതുമ്പോൾ അതിൻ്റെ ഒരു പേരുണ്ടാവുമല്ലോ. അതിനുവേണ്ടി മാത്രം എന്നല്ല, നമുക്ക് തെളിയിക്കാൻ പറ്റുന്നൊരു അവസരം കൂടിയല്ലേ. പടം എന്തുമാകട്ടെ, ചെറിയ പടമായതുകൊണ്ട് ചിലപ്പോൾ അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അതൊരു എന്നും ഒരു റെഫറൻസായിട്ട് കയ്യിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നമ്മളുടേതായൊരു കാര്യം തെളിയിക്കാൻ പറ്റുന്നൊരു ഒരു ചരിത്രം കൂടിയാണ്. അതൊന്ന്. 2, അതിലൊരു പ്രതിഫലം മമ്മിക്ക് തന്നു. നമ്മളിതൊക്കെ വെച്ചിട്ട് വേണ്ടെന്ന് വയ്ക്കണോ? അത് വേണ്ടെന്ന് വെച്ചാൽ അടുത്തൊരു പ്രശാന്ത് കാഞ്ഞിരവട്ടം അത് അഭിനയിക്കും, ഇല്ലേ? അപ്പം നമുക്ക് അത് കിട്ടുമ്പോൾ നമ്മളത് ചെയ്യുക, അത് നമ്മളെ കൊണ്ട് കഴിയാൻ വിധം തെളിയിക്കുക. ഏകദേശം ഒരു 90% ഉണ്ട്. അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ബാനറിൽ ചെയ്യുന്ന പടമല്ല, വലിയൊരു ക്യാൻവാസ് അല്ല. പ്രേക്ഷകർ അങ്ങനെ സ്വീകരിച്ചു തുടങ്ങി സിനിമകളെ എന്ന് വെച്ച് ചെറിയ പടങ്ങൾ ഇവിടെ വിജയിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മൊത്തത്തിൽ അതുകൊണ്ടാണ് 90% എന്ന് ഞാൻ പറഞ്ഞത്. ബാക്കി 10% അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, കലാമൂല്യവും നമ്മളുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ജഗതി ചേട്ടനൊക്കെ പറയുന്ന പോലെ നമ്മളൊരു മാടക്കടയ്ക്ക് മുമ്പിൽ ചാരി വെച്ചിരിക്കുന്ന സൈക്കിളാണെന്ന് പറയും ജഗതി ചേട്ടൻ. അതറിയാവുന്നവനെടുത്ത് ചവിട്ടി നല്ല രീതിയിൽ കൊണ്ടുപോകും. ഹൈവേ കൂടി ചവിട്ടണവനുണ്ട്, കുണ്ടും കുഴി കൂടി കൊണ്ടുപോകുന്നവരുണ്ട്, ചെയിൻ തെറ്റിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നൊരു അവസരം എവിടെയായാലും. ഇപ്പം ഞാനൊരു മിമിക്രി കലാകാരനാണ്. എൻ്റെ പ്രതിഫലം തന്നിട്ട് നീ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് മിമിക്രി കാണിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാനത് ബാധ്യസ്ഥനാണ്. അപ്പോൾ എനിക്കൊരു അവസരം വന്നാൽ ഞാനത് കൈകാര്യം ചെയ്തോളണം. അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് അന്വേഷിക്കലല്ല. അല്ലെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. അദ്ദേഹം കപ്പൽ മുരളി എടുക്കുന്നു, പിഷാരടി, ഒരുപാട് നടന്മാരും മലയാളത്തിൽ മമ്മി സുന്ദരി മിമിക്രിയിൽ നിന്നൊക്കെ ഒരുപാട് പിഷാരടി വെച്ച് കപ്പൽ മുരളി എടുക്കുന്നു, അതിൻ്റെ പരാജയത അനുഭവിച്ചറിയുന്നു. രണ്ടാമതൊരു നായകനെ മലയാള സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു, പ്രശാന്ത് കാഞ്ഞിരവട്ടം. അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ആസ് എ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു പരീക്ഷണം അദ്ദേഹം നടത്തുമായിരിക്കുമോ? അതൊക്കെ മമ്മിക്കോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം പിഷാരടി വെച്ച് സിനിമ ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിന് അത് അനിവാര്യതയായിരുന്നു. മീൻസ് അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്കുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അതിൻ്റെ പ്രതലത്തിൽ കുറേ താരങ്ങളും, മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ, കൊച്ചിൻ ഗനീഫിക്ക, സലീം കുമാരേട്ടൻ, അങ്ങനെ കുറേ താരങ്ങൾ ആ കപ്പൽ മുതലാളി സിനിമയിലുണ്ടായിരുന്നു. അത് വർക്കൗട്ടാവും. എൻ്റെ സിനിമയിൽ വരുമ്പോൾ ഞാനൊഴിച്ച് ബാക്കി ആരും ഇല്ല അവിടെ. ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാം ആ പടത്തിൻ്റെ ഒരു ജാതകം എന്താണെന്നുള്ളത്. തിരിച്ച് ചിന്തിക്കാറുണ്ട്, ഞാൻ ആ കപ്പൽ മുതൽ ഞാൻ പിഷാരടി ആയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അത് താഴെ നിൽക്കുന്നതാണോ പറയുന്നത്? അത് പിഷാരടി ചെയ്യുമ്പോൾ പിഷാരടിയുടേതായ ഒരു സ്റ്റൈലിൽ ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു സ്റ്റൈലായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും പറയാം, പിഷാരടിക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നല്ല പറഞ്ഞല്ലോ, കുറെ സഹതാരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മനുഷ്യമാണ്. അവിടെ ആ ഒരു സപ്പോർട്ട് കിട്ടി പിഷാരടിക്ക് പകരം പ്രശാന്ത് കാഞ്ഞിരവട്ടത്തെ പ്രതിഷ്ഠയായിരുന്നെങ്കിൽ ആ പടത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദ്യത്തിന് അത് വേറെ രീതിയിലായി പോയേനെ. ചിലപ്പോൾ അതിനേക്കാൾ മോശമായേനെ, ചിലപ്പോൾ നന്നായേനെ. ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ രീതിക്കല്ലേ. ഇപ്പം നമ്മൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരും. ലാലേട്ടൻ ചെയ്ത പല ക്യാരക്ടേഴ്സും പിന്നീട് നമ്മൾ മമ്മൂക്ക വെച്ച് ചെയ്യിപ്പിച്ച് നോക്കുന്ന പോലെ ഇരിക്കും, അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ പിഷാരടിനെയും എന്നെയും മോഹൻലാൽ മമ്മൂട്ടിയായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞല്ല. വേറൊരാൾ ചെയ്യുന്നൊരു കാര്യത്തെ മറ്റൊരാൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. എന്തായാലും സ്വന്തം ഭാര്യ പോലും അംഗീകരിച്ചൊരു ഒരു നടനായി മാറി ആ പടത്തോട്, അല്ലേ? വൈഫാണ് എൻ്റെ ഏറ്റവും നല്ല ക്രിട്ടിസൈസർ. അപ്പോൾ എന്ത് കണ്ടാലും അങ്ങനെ വലിയ പ്രോത്സാഹനം എൻ്റെ അടുത്ത് അപ്പം തന്നെ ന്യൂനതകൾ എടുത്തു പറയും.
ചിലപ്പോൾ പറയും അത് കുഴപ്പമില്ല, പക്ഷേ ഇതൊക്കെ എന്തും ബോറാണ് ചേട്ടാ. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിലൊരു നല്ല നടനുണ്ട് കേട്ടാ എന്ന് ഭാര്യ പറയൂ. എന്ന് പറഞ്ഞു. നമ്മുടെ ആത്മാവിനെ അങ്ങോട്ട് അതെ ഒരു ആത്മവിശ്വാസം കൂടി. അങ്ങനെയാണ് ഭാര്യ ആദ്യം ഇങ്ങനെ ഒരു നല്ല വാക്ക് പറയുന്നത്. ഇതിനു മുമ്പ് ചിലതൊക്കെ അവൾ കൃത്യമായിട്ട് പറയും. എന്ന് വെച്ചാൽ അളന്ന് മുറിച്ച് എനിക്ക് തന്നെ തോന്നും അത് മോശമാണ്, അതിന് മോശം അഭിപ്രായം കിട്ടണം എന്ന് തന്നെ എനിക്ക് തോന്നുന്ന സ്ഥലത്ത് കറക്റ്റ് അവൾ അങ്ങനെ തന്നെ പറയും. അതല്ല ചില സ്ഥലങ്ങളിൽ പറയും ഈ ഒരു പോർഷൻ അത്യാവശ്യം നിങ്ങൾ മറ്റാരെക്കാളും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറയാറുണ്ട്. അത് ഉള്ളതുപോലെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രശാന്തിൽ ഇപ്പം ഒരു ജയസൂര്യയുടെ സാന്നിധ്യം, ദിലീപേട്ടൻ്റെ ഒക്കെ കുറച്ചൊരു മിക്സറാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ ഒരു അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ജയസൂര്യയുടെ കുറച്ച് സ്വാധീനം വന്നിട്ടില്ലേ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക്? ഒരു ഷേപ്പ് കൊണ്ടായാലും ഈ പിന്നെ അഭിനയത്തിൻ്റെ ഒരു മോഡുലേഷൻ ആയാലും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, ഒട്ടും തോന്നിയിട്ടില്ല. മറ്റുള്ളവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അത് ചെയ്തപ്പോൾ ജയസൂര്യയെ പോലെ തോന്നി, അല്ലെങ്കിൽ ജയസൂര്യയുടെ ചില മാൻഡ്രസംസ് കണ്ടപ്പോൾ നീ കാണിക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ദിലീപേട്ടനൊക്കെ ഞാൻ വേദികളിലൊക്കെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഞാൻ ഈ അനുകരണം എന്ന് പറഞ്ഞ പരിപാടി കുറച്ചങ്ങോട്ട് നിർത്തി വെച്ചത്. കാരണം അത് നമ്മുടെ ബോഡിയിലേക്ക് കയറും, അതിൻ്റെ ഒരു ബാധയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ചങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഒരു സമയത്ത് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇവരുടെ പിന്നെ ആക്ടിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടല്ലേ? എനിക്ക് അനുകരിച്ചില്ലെങ്കിൽ ആ ഒരു സ്റ്റൈലുകൾ താല്പര്യമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മയായിരിക്കും. ആ പോരായ്മ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വന്നതിലൊക്കെ ഞാനത് പരമാവധി ഓവർകം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ കാണുന്നവർ പറയുന്നതാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും. എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാം അറിയാം നിങ്ങളും പിന്നെ ജയസൂര്യൻ തമ്മിലുള്ള ഒരു ആത്മബന്ധവും സുഹൃബന്ധവും ഇല്ല. പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിച്ച് ആളെ അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ആട് 3-യിൽ നിങ്ങളെ പ്രതീക്ഷിക്കാമോ? എനിക്ക് അറിഞ്ഞൂടെ, ഇതുവരെ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ല. 1-ലും 2-ലും ഉണ്ടായിരുന്നു. കാണുമ്പോഴേക്കും ചിലപ്പോൾ വിളി വരുന്നത്. അപ്പോൾ അത് പുറത്തുറന്ന് പറയാമല്ലോ. 2-ലും ഉണ്ടല്ലോ, ആട് 1-ലും 2-ലും ഉണ്ട്. ആട് 3-ക്ക് വേണ്ടി വിളിക്ക് വേണ്ടി കാത്തിരിക്കുമോ? വിളിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ജയസൂര്യ നിങ്ങളുടെ ആത്മസുഹൃത്തല്ലേ, വിളിക്കേണ്ടതല്ലേ? ജയസൂര്യ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആർക്കും ആരെയും റെക്കമെൻഡ് ചെയ്യുന്നൊരു മേഖലയല്ല ഇത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബന്ധം വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ താരങ്ങൾക്ക് സഹോദരന്മാരുണ്ട്, നടന്മാരായ സഹോദരന്മാരുള്ള താരങ്ങളില്ലേ, ആരും റെക്കമെൻഡ് ചെയ്യാറില്ലല്ലോ. ഈ ഫീൽഡിന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വെച്ചിട്ടൊന്നും നമ്മൾ പടം പ്ലാൻ ചെയ്യില്ല. അതൊരു ബിസിനസ്സാണ്, അതൊരു കലാപരമായ ബിസിനസ്സാണ്. അവിടെ അതിൻ്റെ വിജയമാണ് നോക്കുന്നത്, അതിനാരാണോ ആപ്റ്റ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൽ തീരുമാനിക്കുന്നതും സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും ഒക്കെയാണ്. അതൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ്. പിന്നെ ചിലപ്പോൾ അതിൽ കൈകടത്തലുകളൊക്കെ ഉണ്ടാവാം. അയാളെ വിളിക്കണ്ടെന്നോ ഒക്കെ പറയാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ. അപ്പം അതുകൊണ്ട് അറിഞ്ഞുകൂടാ, വിളിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകും. പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ ആറ്റുനോറ്റിരിക്കും.